ഉത്തര കൊറിയ അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഒരു പേടി സ്വപ്നമാണെന്ന് പറഞ്ഞാലോ? അതിന് കാരണം അന്താരാഷ്ട്ര നിയമങ്ങളെപ്പോലും വകവയ്ക്കാതെയുള്ള അവരുടെ മിസൈൽ പരീക്ഷണങ്ങളും ആണവ നയങ്ങളുമാണ്. ഇപ്പോൾ പുറത്തുവരുന്നതും അത്ര സുഖമുള്ള വാർത്തകളല്ല. ഉത്തര കൊറിയ തങ്ങളുടെ ആണവ നയത്തിൽ വമ്പൻ ഭേദഗതി വരുത്തിയതായി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലോകത്തെ ആശങ്കയിലാക്കുന്നത്. എന്താണ് ആ പുതിയ മാറ്റം? അതെങ്ങനെയാണ് ലോകത്തെ നാശത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതും? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. ആ ഭേദഗതി ഇങ്ങനെയാണ്. തങ്ങളുടെ പരമാധികാരിയായ കിം ജോങ് ഉൻ ഏതെങ്കിലും വിദേശ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭരണം നടത്താൻ കഴിയാത്ത വിധം അപകടം സംഭവിക്കുകയോ ചെയ്താൽ ശത്രു രാജ്യങ്ങൾക്ക് നേരെ ഉത്തര കൊറിയൻ സൈന്യം തനിയെ ആണവാക്രമണം നടത്തും എന്നതാണ് അതിൽ വ്യക്തമാക്കുന്നത്. 15ാം സുപ്രീം പീപ്പിൾ അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തിലാണ് ഈ കടുത്ത തീരുമാനം രാജ്യം ഔദ്യോഗികമായി പാസാക്കിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ഏജൻസിയായ നാഷണൽ ഇന്റലിജൻസ് സർവീസാണ് ഈ തന്ത്രപ്രധാന വിവരങ്ങൾ അറിയിക്കുന്നത്. പുതിയ നിയമപ്രകാരം രാജ്യത്തിന്റെ ആണവ ആയുധങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം കിം ജോങ് ഉന്നിൽ തന്നെ നിലനിൽക്കും. എന്നാൽ അദ്ദേഹത്തിനെ ലക്ഷ്യമിട്ട് ശത്രുക്കൾ ആക്രമണം നടത്തിയാൽ എങ്ങനെ തിരിച്ചടിക്കണമെന്ന് പുതിയ ഭേദഗതിയിലെ ആർട്ടിക്കിൾ 3-ൽ കൃത്യമായി പറയുന്നുണ്ട്. ഉത്തര കൊറിയയുടെ ആണവ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം ശത്രുക്കളുടെ ആക്രമണത്താൽ അപകടത്തിലായാൽ ഉടനടി തന്നെ ഒരു മുൻകൂർ അനുമതിയും നേടാതെ ആണവ ആക്രമണം ആരംഭിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. ഇതിലേക്ക് കിം ജോങ് ഉൻ എത്താനുള്ള പ്രധാന കാരണം അമേരിക്ക ലോകത്ത് കാണിച്ചുകൂട്ടുന്ന അധിനിവേശ പ്രവണത തന്നെയാണ്. വെനസ്വേലയിലെയും ഇറാനിലെയും മുൻനിര നേതാക്കളെ അമേരിക്കൻ സൈന്യം വധിച്ചതും കീഴടക്കിയതുമായ നീക്കങ്ങളിൽ കിം ജോങ് ഉന്നിന്റെ ഭരണം കടുത്ത ആശങ്കയിലായി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനുമില്ല. സ്വന്തം ജീവന് സുരക്ഷ ഉറപ്പാക്കാനുള്ള നീക്കമായാണ് കിം ഈ ആണവ പൂട്ടുകൊണ്ട് കെട്ടിയടയ്ക്കുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ ഇവിടെ അഭിപ്രായപ്പെടുന്നത്. മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതെ യന്ത്രങ്ങൾക്ക് തനിയെ ലോകം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഈ പുതിയ നയത്തോടെ വീണ്ടും ഉയരുന്നത്. അതിനൊരു ഉദാഹരണം മുൻപും ലോകത്തുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത പെരിമീറ്റർ അഥവാ പാശ്ചാത്യ ലോകം ഡെഡ് ഹാൻഡ് എന്ന് വിളിക്കുന്ന വിനാശകരമായ സംവിധാനമാണത്. അതിപ്പോഴും റഷ്യയുടെ കയ്യിലുണ്ട് എന്നതാണ് പ്രധാന കാര്യവും. സൈനിക ഫ്രീക്വൻസികൾ, അന്തരീക്ഷമർദ്ദം, റേഡിയേഷൻ, ഭൂചലനങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്ന ഈ സംവിധാനം റഷ്യയ്ക്ക് നേരെ ഒരു ആണവ ആക്രമണം നടന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ കമാൻഡ് റൂമിൽ മനുഷ്യർ ജീവനോടെ ഇല്ലെങ്കിൽ പോലും ഭൂഗർഭ അറകളിലുള്ള റഷ്യൻ മിസൈലുകൾക്ക് തനിയെ വിക്ഷേപണ കോഡുകൾ നൽകി ശത്രു രാജ്യങ്ങൾക്ക് തൊടുത്തുവിടും. എന്നാൽ ഉത്തര കൊറിയയ്ക്ക് ഇത്തരമൊരു അത്യാധുനിക സാങ്കേതിക വിദ്യ നിലവിലുണ്ടോ എന്ന കാര്യത്തിൽ മിലിറ്ററി വിദഗ്ധർ ഇപ്പോഴും സംശയത്തിലാണ് എന്നത് മറ്റൊരു കാര്യം. അവിടെയാണ് AI കടന്നു വരുന്നത്. ചൈനയും സമാനമായ രീതിയിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാണ് സൂചന. ആധുനിക യുദ്ധമുറകൾ ലക്ഷ്യമിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിക്കുന്ന ക്രൂയിസ് ബലിസ്റ്റിക് മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ചു ഉത്തര കൊറിയ എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. അത് ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുമാണ്. ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന ഈ പരീക്ഷണമെന്ന് ഉത്തര കൊറിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA ആണ് റിപ്പോർട്ട് ചെയ്തത്. ആധുനിക യുദ്ധ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ആയുധങ്ങളും അവയുടെ ഓട്ടോമേറ്റഡ് ലോഞ്ച് സിസ്റ്റങ്ങളും വിജയകരമായി നവീകരിച്ചതായി കിം ജോങ് ഉൻ അവകാശപ്പെട്ടിട്ടുമുണ്ട്. AI സഹായത്തോടെ കൃത്യമായ നാവിഗേഷൻ സാധ്യമാകുന്ന പുതിയ ക്രൂയിസ് മിസൈലുകൾക്ക് 100 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ വരെ കൃത്യമായി തകർക്കാൻ ശേഷിയുമുണ്ട്. തത്സമയ ഡേറ്റ വിശകലനം ചെയ്ത് ലക്ഷ്യസ്ഥാനങ്ങളുടെ മാപ്പ് തയ്യാറാക്കാനും അവ കൃത്യമായി ലോക്ക് ചെയ്യാനും AI സാങ്കേതികവിദ്യ മിസൈലുകളെ സഹായിക്കും. ഇവ ദക്ഷിണ കൊറിയൻ അതിർത്തിയോട് ചേർന്നുള്ള പീരങ്കിപ്പടയുടെ ഭാഗമാക്കുമെന്നും കിം അറിയിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോൾ നഗരം അതിർത്തിയിൽ നിന്നും വെറും 100 കിലോമീറ്റർ മാത്രം അകലെയാണെന്നത് ഇതിൽ പ്രധാന ആശങ്ക പടർത്തുന്ന കാര്യവുമാണ്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഉത്തര കൊറിയ AI ഉപയോഗിക്കുന്നതായി പരസ്യമായി വ്യക്തമാക്കുന്നത് ഇത് ആദ്യമായാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. നിലവിലുള്ള ഡിജിറ്റൽ ഗൈഡൻസ് സിസ്റ്റവും ഓട്ടോമാറ്റിക് ടാർഗറ്റ് റെക്കഗ്നിഷൻ സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുള്ള നവീകരണമാണ് ഉത്തര കൊറിയ നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രധാന വിലയിരുത്തൽ. എന്നാൽ ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈലിന് പുറമെ മറ്റു ചില ആയുധങ്ങളും ഉത്തര കൊറിയ തൊടുത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സൈന്യം തയ്യാറായിട്ടില്ല എന്നതാണ് ഇവിടെ പ്രധാന പ്രശ്നവും. ആണവ ആയുധങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും കൃത്രിമ ബുദ്ധിക്ക് വിട്ടുകൊടുക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഉദാഹരണം മുൻപും ഉണ്ടായിട്ടുണ്ട്.
1983 സെപ്റ്റംബർ 26-ന് സോവിയറ്റ് യൂണിയന്റെ ഉപഗ്രഹങ്ങൾ അമേരിക്ക 5 മിസൈലുകൾ മോസ്കോയ്ക്ക് നേരെ വിക്ഷേപിച്ചതായി ഒരു തെറ്റായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സോവിയറ്റ് ഉദ്യോഗസ്ഥൻ തന്റെ യുക്തി ഉപയോഗിച്ച് ആ മുന്നറിയിപ്പ് അവഗണിച്ചതുകൊണ്ട് മാത്രമാണ് അന്ന് ലോകം ഒരു ആണവ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മേഘങ്ങളിൽ തട്ടി പ്രതിഫലിച്ച സൂര്യപ്രകാശത്തെയാണ് അന്ന് കമ്പ്യൂട്ടറുകൾ മിസൈലുകളായി തെറ്റായി രേഖപ്പെടുത്തിയത്. ഇത്തരമൊരു സാഹചര്യത്തിൽ മനുഷ്യനു പകരം ഒരു AI സംവിധാനമാണ് തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ലോകം അന്നേ അവസാനം കാണുമായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എത്ര നവീകരിച്ച ആയുധം കയ്യിലുണ്ടെങ്കിലും ഇത്തരം മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അമേരിക്കയിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഇപ്പോഴും ഒരു മനുഷ്യൻ ആവശ്യമാണ്. എന്തായാലും റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ഇത്തരം ആണവ ഭീഷണികൾ വഴി തങ്ങളെ ആക്രമിക്കുന്നത് തടയാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം. രാജ്യങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിനായി ചെയ്യുന്ന കാര്യങ്ങൾ ലോകരാജ്യങ്ങളെ എത്രത്തോളം ഭയപ്പെടുത്തുമെന്നതാണ് ഇവിടെ പ്രധാന പ്രശ്നമാകുന്നത്.